അതെ, നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ബാങ്കിൾ ചെയ്താലോ? ഇതിനു വേണ്ടി എന്താ ആവശ്യം എന്ന് അറിയണ്ടേ? നമുക്ക് മെമ്മറി വയർ ആവശ്യം. ഇതിനെയാണ് മെമ്മറി വയർ എന്ന് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് വെയിറ്റ് അനുസരിച്ചാണ് തരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഇതാണ് ചുറ്റാണോ ആവശ്യം എന്നുള്ളത്, അതൊരു 2 ലെയർ ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3 അതിനെ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ പ്ലെയർ കൊണ്ട് എഡ്ജ് ഒന്ന് ഇങ്ങനെ സൈഡൊന്ന് മടക്കി അതിനെ ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് മടക്കുക. അപ്പോഴേക്കും അതങ്ങ് ആ സൈഡ് ഹോൾഡ് ആവും. അപ്പോൾ പിന്നെ നമ്മൾ ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ അത് പുറത്ത് പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇനി അഥവാ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അത് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്ജിൽ നമ്മുടെ B7000 ഗ്ലൂ എടുത്തിട്ട് അവിടെ എന്ത് പറയുക, ഒന്ന് ബീഡ്സ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ സേഫ് എപ്പോഴും ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീഡ്സ് എടുത്തു. ഈ ഒരു ബീഡ്സ് ഇട്ടതിന് ശേഷം ബീഡ്സിൻ്റെ ഇടയിലേക്ക് 2 ബീഡ്സ് ഇടുന്നു. 2 ബീഡ്സിൻ്റെ ഇടയിലേക്ക് സ്റ്റോൺ റിങ്, കുഞ്ഞു സ്റ്റോൺ റിങ് ഉണ്ട്, ഞാൻ അതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കത് 2-3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ബീഡ്സ് കൊടുക്കുന്നു, അതിൻ്റെ ഇടയിലേക്ക് ഒരു സ്റ്റോൺ റിങ് ഇട്ട് കൊടുക്കുന്നു. കണ്ടില്ലേ? അതിനൊക്കെ പറയുന്ന പേരാണ് ഇടയിൽ കിടക്കുന്ന റിങ്ങില്ലേ, അതിന് സ്റ്റോൺ റിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോർത്ത് കൊടുക്കുക കംപ്ലീറ്റ്. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ വേറെ മുത്തുകൾ ബീഡ്സ് വേറെ കളർ കൊടുക്കണമെങ്കിൽ കളർ നമുക്കിത് ജസ്റ്റ് ബ്രേസ്ലെറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഹാങ്ങിങ് കൊടുക്കുന്നത് മാത്രമാണ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ജസ്റ്റ് ഇതിപ്പോൾ 2 അല്ല, നിങ്ങൾക്ക് എന്താ പറയുക, ഒരു 3-4 ബീഡ്സ് കൊടുത്തിട്ടാണ് ജമ്പിങ് റിങ് കൊടുക്കേണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. എങ്ങനെ വേണോ നമുക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ ഇതിന് പകരം ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഒരു ലെയർ വന്നു. അടുത്തത് ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കോർത്തെടുക്കുക. ഒത്തിരി ടൈമോ അങ്ങനെ എടുക്കത്തില്ല, കാരണം വളരെ ഈസി ആയിട്ട് നമുക്കത് ജസ്റ്റ് എന്താ പറയുക കോർക്കാനുള്ളത് മാത്രമാണ്. ഈ മെമ്മറി വയർ കുറച്ച് തിക്നെസ് ഉണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടായി വരത്തില്ല. നമ്മൾ കട്ട് ചെയ്യേണ്ട ആ പ്ലെയർ വെച്ച് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അവസാനം എന്ത് ചെയ്യുക, നമ്മളത് ഫിനിഷ് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് എന്താ പറയുക, അത് ജസ്റ്റ് ഒന്ന് നമുക്കത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള അതൊന്ന് മടക്കി അവിടെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇട്ടിരിക്കണം കേട്ടോ. അവസാനം നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ 2 ബീഡ്സൂടെ കൊടുത്തു കഴിയുമ്പോൾ അവിടെ എന്താ പറയുക, കറക്റ്റായിട്ടുള്ള സ്പേസായി. ഇതിനെ വീണ്ടും പ്ലെയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് തിരിച്ച് മടക്കിയെടുക്കുക. അത് ജസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവത്തില്ല. ജസ്റ്റ് ഒന്ന് അത് പ്രസ് ചെയ്താൽ മതി. നമുക്കൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് എളുപ്പമാണ് ചെയ്യാൻ. അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയി. കണ്ടില്ലേ? നല്ല ബ്യൂട്ടിഫുൾ. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ മാത്രം നമുക്ക് എന്താ പറയുക കയ്യിലിടാം. പിന്നെ ഇത് നമ്മളുടെ എന്താ പറയുക, ഇത് നമുക്കിങ്ങനെ മീറ്റർ കണക്കിന് ഗോൾഡൻ ചെയിൻസ് നമുക്ക് മീറ്റർ കണക്കിന് മീറ്റർ കണക്കിന് മേടിക്കാൻ കിട്ടും. ഞാൻ ഒരേ ലെങ്തിലുള്ള 2 എന്താ പറയുക 2 പീസ് കട്ട് ചെയ്തെടുത്തു. 2 എഡ്ജിലായിട്ട് കൊടുക്കാനാണ്. നിങ്ങൾക്ക് ഒന്ന് മതിയെങ്കിൽ ഒന്ന്. ഞാനിത് 2 എഡ്ജിലായിട്ട് കൊടുക്കാൻ 2 കൊടുക്കുകയാണ് കേട്ടോ. ഒന്നാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ സെൻറ്ററിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനെ വരുമ്പോൾ 2 എഡ്ജിൽ കൊടുക്കുന്നതാണ് ഭംഗി. അതിലേക്ക് ജമ്പിങ് റിങ് എടുത്തത് ജമ്പിങ് റിങ് ആണ് കേട്ടോ. ജമ്പിങ് റിങ് ഒരു റിങ്ങിലേക്ക് കണക്ട് ചെയ്തു. കണ്ടോ? അത് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ജമ്പിങ് റിങ് ഒരു സർക്കിൾ ഷേപ്പിലിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ആ 2 എഡ്ജിൽ നമ്മൾ അത് എന്താ പറയുക, അത് ഫിനിഷ് ചെയ്തെടുത്ത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ എഡ്ജിലേക്ക് എന്താ പറയുക, ഇത് കുറച്ച് വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതിപ്പോൾ ഹെഡ് പിന്നാണ് ഞാൻ എടുത്തത്. ഹെഡ് പിന്ന് എടുത്തിട്ട് കട്ട് ചെയ്തു. അതായത് നമുക്ക് കുറച്ചുകൂടെ ചെറിയ ബീഡ്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക എളുപ്പം, അതായത് നമ്മുടെ ഫ്യൂസ് വയർ വെച്ച് ചെയ്യാം. പക്ഷേ എന്താ പറയുക, ഇത് കുറച്ചുകൂടെ ആ ഫ്യൂസ് വയറിൽ നിൽക്കത്തില്ല കേട്ടോ. ആ ഫ്യൂസ് വയറിൻ്റെ എഡ്ജിലുള്ള ആ മുത്തിൽ കൂടെ ഇങ്ങ് പുറത്ത് വരും. അതുകൊണ്ട് ഹെഡ് പിൻ എടുക്കുക. ഹെഡ് പിൻ എടുത്തതിന് ശേഷം എഡ്ജ് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മളിപ്പോൾ ഈ ബ്രേസ്ലെറ്റിൻ്റെ 2 എഡ്ജ് എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ്സർ കൊണ്ട് പ്രസ് ചെയ്ത് അതിനെ മടക്കിയെടുക്കുക. എന്നിട്ട് ആ ബീഡ്സിലേക്ക് കണക്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് പല വെറൈറ്റിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ബ്രേസ്ലെറ്റ്സ് പല വെറൈറ്റിയിൽ, ഒത്തിരി വെറൈറ്റിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.